കയറിയിറങ്ങി റബ്ബർ വില മുന്നോട്ടു പോകുമ്പോൾ ആശങ്കയോടെ കഴിയുകയാണ് റബ്ബർ കർഷകർ. ഒരു ഘട്ടത്തിൽ 250 മുകളിലെത്തിയ റബ്ബർ വില 224ലേക്കാണ് കൂപ്പുകുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി നയമാണ് തിരിച്ചടി സൃഷ്ടിക്കുന്നതെന്ന് റബ്ബർ കർഷകർ ആരോപിക്കുന്നു. മഴ കുറഞ്ഞതോടെ തോട്ടങ്ങളിൽ ടാപ്പിംഗ് സജീവമാകുമ്പോഴാണ് കർഷകർക്ക് തിരിച്ചടി സൃഷ്ടിച്ച് റബ്ബർ വില കൂപ്പുകുത്തുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ആഭ്യന്തര വിപണിയിൽ 1 കിലോ റബ്ബർ വില 20 രൂപയോളമാണ് കുറഞ്ഞത്. റബ്ബർ ബോർഡിൻ്റെ വില 229 രൂപയുണ്ടെങ്കിലും ചെറുകിട വ്യാപാരികൾ ചരക്കെടുക്കുന്നത് ഇതിലും 3-4 രൂപ കുറച്ചാണ്. വില ഇനിയും ഇടിയുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും കർഷകരും. ഇപ്പോൾ ഏറ്റവും ഉൽപ്പാദനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് പോലും റബ്ബറിൻ്റെ വില കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നാട്ടിൻപുറത്ത് പറഞ്ഞാൽ ഇടദിവസം ഇതാണെങ്കിൽ ചന്ത ദിവസം എന്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ റബ്ബറിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ റബ്ബർ വില വലിയ തോതിൽ ഇടിയാനുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഇവിടുത്തെ വൻകിട കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നേട്ടം ഉണ്ടാക്കുന്നത്. നിലവിൽ ബാങ്കോങ് വില 240 മുകളിലാണ്. ബാങ്കോങ് വില കണക്കാക്കിയാൽ ആഭ്യന്തര വിപണിയിൽ 1 കിലോ റബ്ബറിന് 280 രൂപ വില ലഭിക്കേണ്ട സമയമാണ്. തായ്ലൻഡിൽ മഴ മൂലം ഉൽപ്പാദനം കുറഞ്ഞ അവസ്ഥയിലാണ്. എന്നിട്ട് പോലും രാജ്യത്ത് വിലയിടിയുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. 1 മാസം മുമ്പ് റബ്ബർ വില 250 രൂപയിൽ എത്തിയിരുന്നു. റെക്കോർഡിലെത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ വിലയിടിവ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.